ഹലോ, വെൽക്കം ടു ഇറ്റ്സ് മീ ത്രഷ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മോൾ ഓഫ് ട്രാവൻകൂറിൽ കൊക്കോമലൻ തീമിൽ വന്നിരിക്കുന്ന ഒരു പരിപാടിയുടെ വീഡിയോ ആണ് കേട്ടോ. ഇതിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാണിത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ പെപ്പാ പിഗ് തീമിൽ ഇവർ ഓൾറെഡി ഇതുപോലൊരു ഇവൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ ഇപ്പോൾ വെക്കേഷൻ ടൈം ആയപ്പോൾ കൊക്കോമലൻ തീമിൽ വന്നിട്ടുള്ളതാണ്. ഞാൻ ഓൾറെഡി പെപ്പാ പിഗിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് നല്ല എൻ്റർടൈൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് അവരൊരു ഡാൻസ് വീഡിയോയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ റിച്ചുകൂട്ടന് ഞാൻ ടിക്കറ്റ് എടുത്ത ബുക്ക് മൈ ഷോയിൽ നിന്നാണ്. അപ്പോൾ പിള്ളേർ എല്ലാവരും എൻഗേജ് ചെയ്യിപ്പിച്ച് പല പ്രായത്തിലുള്ളവരുണ്ട്. ഐ തിങ്ക് 12 ഇയേഴ്സ് വരെയാണെന്ന് തോന്നുന്നു ഈ ഒരു ഇതിന് എൻട്രി ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് അവർ ഡാൻസാണ്, നമ്മുടെ കൊക്കോമലിൻ്റെ മെയിൻ പാട്ട് വെച്ചിട്ടുള്ള ഡാൻസും അതിനുശേഷം വേറൊരു സോങ് കൊണ്ട് വെച്ചിട്ട് 2 ഡാൻസായിട്ടാണ് അവർ കളിക്കുന്നത്. റിച്ചൂട്ടൻ ഇതെല്ലാം നോക്കി അവർ കളിക്കുന്ന പോലെ കളിക്കുന്നുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഡാൻസ് കളിക്കാനൊക്കെ. സ്കൂളിലൊക്കെ അവൻ നല്ല ആക്റ്റീവാണ് ഡാൻസിലൊക്കെ. ഈ പരിപാടി സ്റ്റാർട്ടായിട്ടുള്ളത് ഏപ്രിൽ 10 തൊട്ടാണ്. ഏപ്രിൽ 10 തൊട്ട്. പക്ഷേ അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ഡേ ആ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. പക്ഷെ അന്ന് ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. കുറച്ചുകൂടെ പ്രോപ്പർട്ടീസൊക്കെ വരാനുണ്ടെന്ന് പറഞ്ഞ് അവർ സ്റ്റാർട്ടായി വന്നപ്പം ഏപ്രിൽ 13 എന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ അന്ന് എടുക്കുന്ന വീഡിയോ ആണിത്. ഫസ്റ്റ് ഡേ തന്നെ അവനെ കൊണ്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. 1 അവർ സെഷനാണ് ഇവർ പ്രൊവൈഡ് ചെയ്തത്. പക്ഷേ ആ 1 അവറും കുട്ടികൾ നല്ല എൻ്റർടൈനിങ് ആയിട്ടാണ് എൻ്റെ അടുത്തുള്ളത്. പ്രത്യേകിച്ച് അങ്ങനെ ബോറിങ്ങോ അല്ലെങ്കിൽ അവർക്ക് ഇറിറ്റേറ്റ് ആകുന്ന രീതിയിലുള്ള എന്തെങ്കിലും പെരുമാറ്റങ്ങൾ അങ്ങനെയൊന്നും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അവർ നല്ല ആക്റ്റീവായിട്ട് എൻ്റെ അകത്തിരിക്കുന്നത്. ഫസ്റ്റ് ഈ ഒരു ഗെയിമിങ് സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് അവർക്ക് ഒരു ക്രാഫ്റ്റിൻ്റെ സെക്ഷനാണ് പോകുന്നത്. ക്രാഫ്റ്റിൻ്റെ സെക്ഷനായിട്ട് കുട്ടികളെല്ലാം ഇങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടോ. അതിനിടയിൽ അവിടെ ബ്ലോക്സ് കണ്ടപ്പോഴത്തേക്കും കുറച്ച് കുട്ടികൾ അങ്ങോട്ടേക്ക് അട്രാക്റ്റായിട്ട് പോവുകയാണ് ബ്ലോക്സിൽ കളിക്കാൻ എന്നുള്ളതിന്. അപ്പോൾ ആദ്യം അവരെല്ലാം അങ്ങോട്ട് പോയിട്ട് പിന്നീട് അവർ തിരിച്ച് വന്ന് അവർ തന്നെ അവരവിടെ ഇരുത്തുന്നുണ്ട്. ആദ്യം ബ്ലോക്സ് ഉണ്ട് എക്സൈറ്റ്മെൻറ്റ് എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോയതാണ്. പിന്നീട് അവരുടെ ആൾക്കാർ തന്നെ അവരെ കൊണ്ട് നമ്മുടെ ഇവിടെ കുറച്ച് കസേരകളൊക്കെ അടുക്കിയിട്ടുണ്ട്, അവിടെ കൊണ്ടിരുത്തിയിട്ട് ക്രാഫ്റ്റിൻ്റെ പേപ്പറൊക്കെ കൊടുത്തു. നമ്മുടെ റിച്ചുവിന് പിന്നെ പ്രത്യേകിച്ച് ക്രാഫ്റ്റ് ഒന്നും ചെയ്യാൻ അറിയാത്തത് കൊണ്ട് അവൻ ക്രാഫ്റ്റല്ല അതിൽ ചുമ്മാ ക്രയോൺസൊക്കെ വെച്ച് കളർ ചെയ്തുകൊണ്ടിരിക്കുക. കൊച്ചു കുട്ടികൾക്ക് ക്രാഫ്റ്റ് ചെയ്യാനായിട്ടുള്ള അറിയില്ലല്ലോ, അപ്പോൾ അവർ കളറിങ് ചെയ്തുകൊണ്ടായിരിക്കും അതിൻ്റെ അകത്ത്. പക്ഷേ അവരുടെ സ്റ്റാഫ് എൻ്റെ അകത്തുണ്ട് ഇടയ്ക്കിടയ്ക്കായിട്ട്. ഒരു ആൾ ഇത്ര കുട്ടികളെ വെച്ചാൽ നോക്കുന്നത്. അപ്പോൾ അവർ തന്നെ പിന്നീട് ഓരോ ക്രാഫ്റ്റ് വർക്ക് ചെയ്തിട്ട് ഇവർക്ക് കൊടുക്കും. അതിനുശേഷം ഒരു ഗെയിമിംഗ് സെക്ഷനാണ്. അപ്പോൾ കുഞ്ഞു കുട്ടികളാണെങ്കിൽ പോലും ആ ഗെയിമിംഗ് സെക്ഷനിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കളിപ്പിക്കുന്നത്. ഇവർക്കുള്ളത് ബലൂൺ എക്സ്ചേഞ്ച് ഗെയിമായിരുന്നു. ബലൂൺ എക്സ്ചേഞ്ച് ചെയ്യുന്നതിൽ ഞാൻ ഒട്ടും വിചാരിച്ചില്ല നമ്മുടെ റിച്ചുകുട്ടനൊക്കെ ഇരുന്ന് ബലൂൺ എക്സ്ചേഞ്ച് ചെയ്ത് ഇത്രയും റൗണ്ട് വരെ എത്തുമെന്നൊക്കെ ഉള്ളത്. പിന്നെ ഇത് കൂടാതെ അവർക്ക് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ കളിക്കാൻ. അതായത് മാഗ്നറ്റിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അത് വെച്ചിട്ടൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളുണ്ട്. ഈ കൊക്കോമലൻ്റെ ക്രൗണും എല്ലാം ഉണ്ട്, അതെല്ലാം കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. ഈ ബലൂൺ എക്സ്ചേഞ്ചിൽ വലിയ കുട്ടികളുടെ കൂടെ ഇരുന്നാണ് എൻ്റെ റിച്ചുകൂടെ കളിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ അങ്ങനെ ഫൈനൽ റൗണ്ടൊന്നും എത്തത്തില്ല, ആദ്യമേ ഔട്ടായി പോകുന്നു തന്നെ വിചാരിച്ചത്. പക്ഷെ അവൻ ഞങ്ങൾ ഞെട്ടിച്ചുകൊണ്ട് ആദ്യമേ അവൻ ഇരുന്നിരുന്ന് അവസാനത്തെ 3 ആൾക്കാർ വരുന്ന 3 പേര് വരുന്ന റൗണ്ടുണ്ട്, ആ റൗണ്ട് വരെ അവൻ എത്തി, ഫൈനൽ 3 എന്നുള്ള റൗണ്ടിൽ. ഞാനൊട്ടും പ്രതീക്ഷയില്ല. ആദ്യം അവന് മനസ്സിലായിട്ടുണ്ടായില്ല. അപ്പോൾ അടുത്തിരിക്കുന്ന കുട്ടി ഇങ്ങനെ ബോൾ വാങ്ങിയപ്പം അവനിങ്ങനെ നോക്കി നിന്നപ്പോഴേക്കും അവന് കാര്യം മനസ്സിലായി ഇങ്ങനെ ഗെയിമിംഗ് എന്നുള്ളത്. അപ്പോൾ പിന്നീട് അവൻ ഒരു 2 റൗണ്ടൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ തന്നെ കളിക്കാൻ തുടങ്ങി. സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ഗെയിമിങ് കാര്യങ്ങളൊക്കെ അറിയാം. അതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവൻ കുറച്ച് ബ്ലോക്ക് കളിക്കുന്ന ടൈം അവൻ 3rd റൗണ്ട് ആ 3 പേര് വരുന്ന റൗണ്ട് വരെ പോകാൻ കാരണം വേറൊന്നുമല്ല. അപ്പോഴത്തേക്കും നമ്മുടെ കൊക്കോമലൻ്റെ രൂപങ്ങളൊക്കെ വന്നു തുടങ്ങി. 3 പേര് വരുന്നുണ്ട് കൊക്കോമലൻ്റെ ആ ഒരു രൂപങ്ങളൊക്കെ ഇട്ടിട്ട് 3 ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ ഇവർ കണ്ടപ്പോഴത്തേക്ക് ഇവൻ പെട്ടെന്ന് പേടിച്ചു പോയി. അതുകൊണ്ടാണ്. പക്ഷെ പെപ്പാ പിഗിനെ കണ്ടവൻ പേടിച്ചില്ല കേട്ടോ. അത് ആ സ്റ്റേജിൽ നിൽക്കുന്ന 3 പേരാണ്. അതിൽ ഇവരെ കണ്ടപ്പോൾ ഇവൻ പെട്ടെന്ന് ഷോക്കായി പോയതാണ്. പിന്നെ അവിടുന്ന് 2 കൂപ്പൺ തരും മുകളിൽ പോയി കഴിക്കാനായിട്ടുള്ള. അതിൽ ചിക്കൻ പോപ്കോൺ ആണ് ചിക്കനുള്ളത്. പിന്നീട് ഉള്ളത് പ്ലേ കാർഡാണ്. അതായത് 300 രൂപയുടെ ഒരു പ്ലേ കാർഡും കിട്ടും. അതിൽ പോയി റിച്ചുകുട്ടൻ അവിടെ പ്ലേ കാർഡ് വെച്ചിട്ട് അതും കാറൊക്കെ ഒട്ടിച്ചൊക്കെ കളിക്കുന്നുണ്ടായി. അപ്പോൾ ഇതിന് ചാർജ് വരുന്ന 350 റുപ്പീസാണ്. മെയ് 10 വരെയാണ് ഇത് അവിടെ മോൾ ഓഫ് ട്രാവൻകൂറിൽ ഉണ്ടാവുക. കുട്ടികളുള്ള വീട്ടിൽ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവരെയും കൊണ്ട് ഉറപ്പായിട്ടും പോകണം. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ
ബൈ.